കേരളത്തിന്റെ കാലാവസ്ഥാ മാറ്റത്തിൽ വൻതോതിൽ മത്സ്യലഭ്യത കുറഞ്ഞു. ഇതോടെ പഴകിയ മത്സ്യങ്ങൾ വിപണിയിൽ നിറയുന്നു. ഒറ്റ നോട്ടത്തിൽ പഴക്കം തോന്നാറില്ലെങ്കിലും വെട്ടിത്തിളങ്ങുമ്പോഴാണ് പഴകിയതാണെന്ന് മനസ്സിലാകുന്നത്. കേരളത്തിലെ ഹാർബറുകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ എത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്. ഇവിടങ്ങളിൽ നിന്ന് ടൺ കണക്കിന് മത്സ്യമാണ് നമ്മുടെ വിപണിയിൽ എത്തുന്നത്. മത്സ്യം പഴകിയതാണെങ്കിൽ വില കുറയും. ഈ കാരണത്താൽ സംസ്ഥാനത്തേക്ക് ഈ പഴകിയ മത്സ്യത്തിന്റെ കുത്തൊഴുക്കാണ്. ആഴ്ചകൾ പഴക്കമുള്ള മത്സ്യങ്ങൾ വരെ വിൽപ്പനക്കാരുടെ കൈകളിലെത്തുന്നു. 1 കിലോ മീനിൽ 1 കിലോ ഐസ് എന്ന തോതിൽ ഇടണമെന്നാണ് അധികൃതർ നിർദ്ദേശിക്കുന്നത്. എന്നാൽ മതിയായ അളവിൽ ഐസ് ഇടാതെയാണ് ഈ മത്സ്യങ്ങൾ സൂക്ഷിക്കുന്നത്. ചില കച്ചവടക്കാരാകട്ടെ ഐസ് ഉപയോഗിക്കാറേയില്ല. ചൂട് ഉയർന്നു നിൽക്കുന്നതിനാൽ പെട്ടെന്ന് മത്സ്യങ്ങൾ ചീയും. മാർക്കറ്റിൽ നിന്നും വാങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും അവസ്ഥ വഷളാകും. കൊട്ടാരക്കര കുളക്കട സ്വദേശിനിയായ സിന്ധു എന്ന യുവതി ഇന്നലെ പുലർച്ചെ നീണ്ടകര ഹാർബറിൽ നിന്ന് വാങ്ങിയ ചൂര മുറിച്ചപ്പോൾ പുഴുവെന്ന് തോന്നിക്കുന്ന ജീവിയെ കണ്ടെത്തിയതായി ആരോപണമുയർന്നു. മാത്രമല്ല ദുർഗന്ധവും ഉണ്ടായിരുന്നു. എന്നാൽ സമുദ്ര മത്സ്യങ്ങളിൽ, പ്രത്യേകിച്ച് ചൂര, അയല തുടങ്ങിയവയിൽ മനുഷ്യരിലുള്ളതുപോലെ പരാന്നഭോജികൾ, അതായത് പാരാസൈറ്റുകൾ കാണപ്പെടാറുണ്ടെന്നും ഒരുപക്ഷെ ചൂരയിൽ കണ്ടത് ഇത് ആവാമെന്നുമാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജീവനക്കാർ പറയുന്നത്. പഴകിയ മത്സ്യങ്ങൾ വ്യാപകമാണെന്ന് നിരവധി പരാതികൾ ലഭിക്കുന്നതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രാദേശിക മാർക്കറ്റുകളിൽ ശീതീകരണ സംവിധാനങ്ങളില്ലാതെയും മതിയായ അളവിൽ ഐസ് ചേർക്കാതെയും മത്സ്യം സൂക്ഷിക്കുന്നത് പഴക്കത്തിന് കാരണമാകും. ഫോർമാലിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ കലർത്തിയ മത്സ്യം പെട്ടെന്ന് കേടാകില്ല. എന്നാൽ ആരോഗ്യത്തിന് ഏറെ ഹാനികരമാണ്. ഗുണനിലവാരമില്ലാത്ത മത്സ്യങ്ങളുടെ വഴിയോര വിൽപ്പനയും വ്യാപകമാണ്. പ്രധാന മാർക്കറ്റുകൾ മാത്രം കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും പരിശോധനകൾ നടത്തുന്നത്. വഴിയോര കച്ചവടങ്ങളിൽ പരിശോധനയില്ല. നല്ല മത്സ്യത്തിന് തിളക്കമുള്ള കണ്ണുകളായിരിക്കും. രക്തമുള്ള ചെകിളയും കേടുവരാത്ത നിറം മാറാത്തതുമായ തുകലും കട്ടിയുള്ള മാംസവും ദുർഗന്ധമില്ലാത്തതുമായിരിക്കും. അതേസമയം കേടായ മത്സ്യത്തിന് കുഴിഞ്ഞ കണ്ണുകളായിരിക്കും. ചേറിന്റെ, അതായത് ചെളിയുടെ നിറമായ ചെകിളയാണ്. നിറം മാറിയതും കേടുവന്നതുമായ തുകലാണെങ്കിലും മനസ്സിലാക്കിക്കോണം കേടായ മത്സ്യമാണെന്ന്. തൊട്ടാൽ കുഴിഞ്ഞ് പൂർവ്വസ്ഥിതിയിലാകാത്ത മാംസമായിരിക്കും. ദുർഗന്ധവും ഉണ്ടായിരിക്കും. മത്സ്യവിൽപ്പനക്കാർ 1 കിലോ മത്സ്യത്തിൽ 1 കിലോ ഐസ് എന്ന തോതിൽ ഇട്ട് സൂക്ഷിക്കുകയും വിൽപ്പന നടത്തുകയും വേണം. ഐസിലിട്ട മത്സ്യങ്ങൾ മാത്രം വാങ്ങാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കണം.